ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിലും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല അല്ലെ. എപ്പോ വേണമെങ്കിലും റിമൂവ് ആയി പോകാം, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകാം അല്ലെ. അപ്പോൾ 2 ദിവസം മുന്നേ എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ചാനലിന്റെ 2ാം ജന്മമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എങ്ങനെയാണ് ഡിലീറ്റ് ആയി പോയത്, എങ്ങനെ ഞാൻ വീണ്ടെടുത്തു എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കും എപ്പോ വേണമെങ്കിലും ഈ ഒരു അവസ്ഥ വന്നേക്കാം. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് മോണിറ്റൈസറൊക്കെ ആക്കിയെടുത്താലും എപ്പോ വേണമെങ്കിലും നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാം. നമുക്ക് എത്ര തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എത്ര റവന്യൂ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാം കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അപ്പോൾ ഒരു മിസ്റ്റേക്കും വരുത്താതെ തന്നെ നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും സ്ഥിരമായിട്ടൊരു റവന്യൂ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും കേട്ടോ. നമ്മൾ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അപ്പോൾ നമ്മുടെ ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് എൻ്റെ ചാനൽ ഡിലീറ്റ് ആയി പോയത് കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എന്താ പറയാ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത് എന്നൊക്കെ കേട്ടോ. പല പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവസാനം മോണിറ്റൈസ്ഡ് ആയ ശേഷമാണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. അതും സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ തുടർന്ന് യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് ചെയ്തു വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. തുടക്കക്കാരാകുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അത് കാണുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകാൻ. അപ്പോൾ എത്ര തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിയാലും നമ്മുടെ ചാനൽ വലുതാക്കി എടുത്താലും ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ചാനൽ ഇല്ലാതായി പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം നമ്മുടെ ചാനൽ, ഇല്ലെങ്കിൽ ഇല്ലാതായി പോകും. പിന്നെ നമ്മൾ നിരാശപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടെടുക്കാൻ പറ്റാതെ തന്നെ ഡിലീറ്റ് ആയി പോകാറുണ്ട്. പല ചാനലുകളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല ചാനലുകളും ഇല്ലാതായി പോയിട്ടുണ്ട്. ചില ചാനലുകൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എന്റെ ചാനൽ ഭാഗ്യവശാല് വീണ്ടെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ 6ാം തീയതി ആയിരുന്നു എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോയത്. ഞാൻ ഡെയിലി YT സ്റ്റുഡിയോ നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. രാവിലെ ഇടയ്ക്കിടയ്ക്ക് നോക്കാം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ യൂട്യൂബ് ചാനലുള്ളവര്. നമുക്ക് രാവിലെ സമയങ്ങളിൽ നമ്മുടെ റവന്യൂ കയറി ചെയ്ത് അറിയാൻ പറ്റും മോണിറ്റൈസ്ഡ് ആയവർക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടിയോ അല്ലെങ്കിൽ എന്താ പറയാ കമന്റ് വന്നിട്ടുണ്ടോ ഒക്കെ നോക്കാറുണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. യൂട്യൂബ് ചാനൽ ഉള്ളവരെല്ലാവരും നോക്കുന്നതാണ് എന്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും എന്റെ മൊബൈൽ മോൾക്ക് പാട്ട് വെച്ച് കൊടുക്കാറാണുള്ളത്. അതിന്റെ ഇടയിൽ പോയിട്ട് ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഞാൻ ഉച്ച സമയത്ത് എന്താ പറയാ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ YT സ്റ്റുഡിയോ ഡിലീറ്റഡ് എന്താ പറയാ ഒരു കോൺ ആകൃതിയിലുള്ള ഒരു ഇത് വന്നിട്ട് ഓറഞ്ച് കളറും വൈറ്റും തമ്മിലുള്ള ഒരു കോണിന്റെ ചിത്രം വന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. അതുകൊണ്ടാണ് കേട്ടോ സൈഡ് കാണിക്കാൻ പറ്റാത്തത്. അപ്പൊ നമുക്ക് ആകെ ടെൻഷനാണല്ലോ, ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ എറർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചാനൽ ഡിലീറ്റഡ് എന്ന് കാണിക്കാറുണ്ടില്ല ചില സമയത്ത്, വേറെ അക്കൗണ്ട് എടുക്കാൻ എന്നൊക്കെ വന്നിട്ട്. അപ്പൊ അതുപോലെ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ചിത്രമാണ് വന്നത്. അപ്പൊ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങൂ എന്നൊക്കെയാണ് കേട്ടോ അതിൽ പറഞ്ഞത്. പിന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഇൻ എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആ സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ മെയിൽ ഐഡിയും നമ്മുടെ പാസ്വേഡ് ഒക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ കൊടുത്ത ശേഷവും പിന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ചാനൽ ഓപ്പൺ ആകുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഞാൻ ഇനി എന്റെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നതാണോ, എറർ പ്രോബ്ലം ആണോ, അല്ല ടോട്ടൽ ആയിട്ടുള്ള എറർ പ്രോബ്ലം ആണോ എന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ ഞാൻ വേഗം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ആ ഫോണിൽ ഏട്ടന്റെ ഫോണിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഓപ്പൺ ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അവരുടെ ഒക്കെ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഇതിലെ പ്രോബ്ലം ആണ് എന്തോ എന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ ഏട്ടൻ പറഞ്ഞു മെയിലൊന്നും ചെക്ക് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ മെയിലിൽ ഇതുപോലെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. 22ാം തീയതി വന്ന മെസ്സേജ് ആണ് കേട്ടോ. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ ചാനൽ ഡിലീറ്റ് ആകും. നിങ്ങളുടെ ഏജ് കറക്റ്റ് ആയിട്ട് കാണിച്ചില്ലെങ്കിൽ എന്നാണ് കേട്ടോ പറയുന്നത്. 13 വയസ്സിന് മുകളിലാണ് എന്ന് തെളിയിക്കുന്ന എന്താ പറയാ ID പ്രൂഫ് കാണിച്ചില്ലെങ്കിൽ
നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആകും എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാര്യമാക്കി എടുത്തുമില്ല. എന്തൊക്കെയോ എന്താ പറയാ മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്, പക്ഷെ ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകും എന്ന് ഒരു പ്രതീക്ഷയില്ലല്ലോ, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാല്, ഒരു മാസം മുമ്പ് ഞാൻ എന്താ പറയാ കുറെ ആയി വീഡിയോ മുമ്പ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് വീഡിയോ ഇടയിലിടയിൽ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ കാസ്റ്റ് ലൈവ് എങ്ങനെയാണ് എന്ന്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് 4-5 ലൈവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു കൊടുക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു ഏകദേശം 10-15 മിനിറ്റിന്റെ ഉള്ളിലുള്ള സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആയിരുന്നു. ഞാനത് പഠിച്ചെടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ട്. അപ്പൊ എന്റെ മോനിടയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനും ഞാനും തമ്മിലുള്ള സംഭാഷണം അതിൽ വീഡിയോയിൽ ഉൾപ്പെട്ടു. അപ്പോൾ അവന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. മോന് 8 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പൊ അവന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ ചോദിക്കുകയായിരുന്നു കേട്ടോ, എന്റെ വീഡിയോ ഒന്ന് നോക്കട്ടെ വന്നിട്ട് ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭാഷണമായിരുന്നു. അപ്പോൾ അത് ഈ സ്ക്രീൻ കാസ്റ്റ് ലൈവില് ഉൾപ്പെട്ടു. അപ്പോൾ അവന്റെ വയസ്സ് 13 വയസ്സിൽ താഴെ ആയതുകൊണ്ട് എന്റെ വീഡിയോയ്ക്ക് വയലേഷന്റെ ഇത് വന്നു. അപ്പോൾ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈവിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊരു നിയമം ഈയിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്കാണ്. അപ്പൊ എൻ്റെ ചാനലിൽ വയലേഷൻ ഇത് തെറ്റിച്ചത് കാരണം, ചാനൽ വയലേഷൻ ഇത് ആയത് കാരണം, വീഡിയോക്ക് വയലേഷന്റെ ഇത് വന്നത് കാരണം എന്റെ ചാനല് ഡിലീറ്റ് ആയി പോയി. പക്ഷെ ഞാൻ ഈ 14 ദിവസത്തിനുള്ളിൽ 22-ാം തീയതി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 22-ാം തീയതി ആണ് കണ്ട്. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോകില്ലായിരുന്നു. അപ്പോൾ കിട്ടുമായിരുന്നു. അത് നമ്മൾ പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ചെയ്യാത്തത് കാരണം എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോയി. പിന്നെയും നമ്മൾക്ക് ഒരു 29 ദിവസം യൂട്യൂബ് എന്താ പറയാ തന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രൂഫുകളൊക്കെ തെളിയിക്കുകയാണ് വെച്ചാൽ, 13 വയസ്സിൽ കൂടുതലാണ് നമ്മുടെ ഏജ് എന്ന് തെളിയിക്കുകയാണ് വെച്ചാൽ നമുക്ക് ചാനൽ വീണ്ടും എടുക്കാമെന്ന് 29 ദിവസത്തിന് ഉള്ളിൽ കേട്ടോ. അപ്പോൾ 29 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഫുള്ളായിട്ട് ഡിലീറ്റ് ആയി പോകും, റിക്കവർ ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം വായിച്ചത് പെട്ടെന്ന് ആകെ ടെൻഷനിൽ വായിച്ചത് 29 ദിവസം കഴിഞ്ഞാൽ എന്റെ ചാനൽ കിട്ടുമെന്നായിരുന്നു കേട്ടോ. ആ കമന്റ് കണ്ടിട്ട് ഞാൻ അത് സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചതായിരുന്നു. അത് മാത്രം കേട്ടോ, ടെൻഷനിൽ ചേട്ടൻ വന്നിട്ട് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചായിരുന്നു. ആകെ ടെൻഷൻ ആയിരുന്നു കേട്ടോ, ചാനൽ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നീടാണ് മനസ്സിലായത് 29 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആകുന്നതാണ്. അതിനുള്ളിൽ നമ്മൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം, പ്രൂഫ് കാണിക്കണം എന്നാണ്. പലർക്കും ഇങ്ങനെയുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടാവും, മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഈ എന്താ പറയാ ഈ കാര്യങ്ങൾ സംഭവിച്ചവർക്ക് അല്ലേ. അപ്പോ എനിക്ക് ആദ്യമായിട്ടാണ്, അപ്പൊ നമുക്കൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ട് വരുമ്പോഴൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ റിക്കവറി മെയിൽ ഐ ഡിയും അതേപോലെ റിക്കവർ ഫോൺ നമ്പറൊക്കെ കൊടുത്തത് കാരണം എന്റെ ചാനൽ എനിക്ക് വീണ്ടെടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും റിക്കവർ മെയിൽ ഐ ഡിയോ എന്താ പറയാ ഫോൺ നമ്പറോ ഒന്നും കൊടുക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുക്കുക കേട്ടോ. കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ കൊടുക്കേണ്ട രീതികളൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് കാണും. നമ്മുടെ പ്രൊഫൈലിന്റെ താഴെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലാതെയും എന്താണ് മെസ്സേജ് ഇടാറുണ്ട് യൂട്യൂബ് തന്നെ നമുക്ക് കേട്ടോ, നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വരാറുണ്ട്. നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാഷ്ബോർഡിന്റെ മേലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും റിക്കവറി മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുത്തു വെക്കണം കേട്ടോ. അപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ ഡിലീറ്റ് ആയി പോയത് 6-ാം തീയതി ഉച്ചയ്ക്കലായിരുന്നു. രാത്രി 11 മണിയോടുകൂടി ഞാൻ ശരിയാക്കി എടുത്തു കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ ചാനൽ സേഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ചാനൽ എന്താ പറയാ ഇല്ലാതായി പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ലൈവില് കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുക. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താതിരിക്കുക. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും. അതേപോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. സാധാ ലൈവ് ആണെങ്കിലും സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണെങ്കിലും പല കാര്യങ്ങളും നമ്മളതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇല്ലാതായി പോകും. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ
എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അപ്പോൾ റിക്കവറി മെയിൽ ഐ ഡിയും റിക്കവറി ഫോൺ നമ്പറൊക്കെ കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.